സാറേ, ഞാന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാട്ടുകാരനാണ്. എന്റെ പേര് ചാക്കോ കൊച്ചുകുട്ടി എന്നാണ്. ഞാന് അടിസ്ഥാനമായി ഞങ്ങളുടെ ഈ പ്രദേശം മൊത്തം ഒരു കോൺഗ്രസ്സുകാരനാണ്. എന്റെ സാറേ, ഞാൻ നിങ്ങളുടെ വാർത്താ ചാനൽ മാത്രമേ, എനിക്ക് 80 വയസ്സുണ്ട്, നിങ്ങളുടെ വാർത്താ ചാനൽ മാത്രമേ ഞാൻ കാണുന്നു. മറ്റുള്ള വാർത്താ ചാനലൊന്നും ഞാൻ കഴിക്കുന്നില്ല. ഈ പാവപ്പെട്ട മനുഷ്യൻ, ഈ തപോവനം സ്കൂളിൽ പഠിച്ച നാൾ മുതൽ എനിക്ക് ആ കൊച്ചനെ അറിയാം. എനിക്ക് നല്ലതുപോലെ അറിയാം. അങ്ങനെയുള്ള ഒരു വൃത്തികേടുള്ള ഒരു പയ്യനല്ല. എനിക്ക് നല്ലതുപോലെ അറിയാം. സാറേ, ഞാൻ ഒരു കാര്യം ഞാൻ ചുരുക്കി ഞാനങ്ങ് പറയട്ടെ. നിങ്ങൾക്ക് ഈ രാഹുൽ ഗാന്ധിയുടെ ഇവരുടെ ഒക്കെ നമ്പർ ഉണ്ടല്ലോ, ഒരു വാക്ക് വിളിച്ച് പറഞ്ഞ് നിങ്ങൾ ആ ഭാഷയെ പറഞ്ഞ ഈ സതീശൻ എന്ന് പറഞ്ഞ ഈ കള്ളനെ, ഈ രമേശ് ചെന്നിത്തലയൊക്കെ എടുത്ത് തോട്ടിക്കളയത്തില്ലയോ സാറേ? ഇതെന്തോരം കാലങ്ങളാ സാറേ. കോൺഗ്രസിന് ഒരു നല്ല വിജയം വരാൻ പോകുന്ന സ്ഥാനത്ത് ഈ രീതിയിൽ ഇവർ പ്രവർത്തിക്കാൻ തുടങ്ങിയ, ഈ പിണറായിയുടെ അടിമയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ സാറേ ഈ ലോകം? ഈ ലോകത്തപ്പോ ഒന്നും മറ്റൊരു കാര്യവും നടക്കാൻ പോകുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പിണറായിയുടെ കാശ് മേടിച്ചുകൊണ്ട് പിണറായിക്ക് 3ാം തുടർഭരണം ഒരുക്കുവാൻ വേണ്ടിയുള്ള കളിയാണ് സതീശൻ നടത്തുന്നത്. സതീശന്റെ യാത്ര അതിനുവേണ്ടിയുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം സാറേ. അത് നല്ലതുപോലെ അറിയാം. ഞങ്ങൾ ഇവിടുത്തെ ഒരുപറ്റം കോൺഗ്രസ്സുകാർ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതിരോധിക്കാൻ അങ്ങേയറ്റം ഞങ്ങൾ തയ്യാറായി നിൽക്കുക. ഒരു കാര്യം ഞാൻ പറയാം, 4 കാര്യം പറയാനുള്ള ആ കൂട്ടത്തിൽ ഈ VD സതീശനും ഈ ചെന്നിത്തലയും ഈ മറ്റേ കേന്ദ്രമന്ത്രി ഒരാളുണ്ടല്ലോ, ഇതെല്ലാം സാറേ അങ്ങേയറ്റം കാണിക്കുന്ന അങ്ങേയറ്റത്തെ തെണ്ടിത്തരമാണ്. ഒരു കാരണവശാലും ഇത് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി. ഇത്രയും ചാനൽ ഞാൻ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. സാർ ദയവ് ചെയ്ത് ഒന്ന് അവരെ വിളിച്ച്, അവർ ഈ ബത്തേരിയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ഒന്ന് വിളിച്ച് അവരുടെ നമ്പറിൽ ഒന്ന് പറയണം. എന്റെ പൊന്നച്ചായ, ഇതിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ ഗതികേടെന്ന് പറയുന്നത്, ഇന്ന് ഈ ഗാന്ധി ഫാമിലി എന്ന് പറയുന്ന ഈ രാഹുൽ ഗാന്ധിയും അവരുടെ കുടുംബവും എന്ന് പറയുന്നത് ഇവന്മാരുടെ അടിമകളാ, ഇവന്മാരുടെ ചെരുപ്പ് നക്കികളായി മാറി. കാരണം അവർക്ക് വട്ടച്ചെലവിന് വേണമെന്നുണ്ടെങ്കിൽ ഇവന്മാര് ഈ കള്ളന്മാര് അങ്ങോട്ട് എന്തെങ്കിലും മോഷണ മുതലിന്റെ ഒരു പങ്ക് അയച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് AICC ആഫീസിന്റെ വാടക പോലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവന്മാര് കനിയണം. അത്രയും ഗതികേടിലാവന്മാര്. അന്നേരം അതുകൊണ്ട് ഇവന്മാര് ബന്ദിയാക്കുക അവരെ. ആ പേരൊക്കെ ഉള്ളു ഗാന്ധി കുടുംബം എന്നൊക്കെ. ഇപ്പൊ ഇവന്മാരുടെ ആശ്രിതരാണ്. അവരൊന്നും വിചാരിച്ചാൽ ഇവിടെ ഒന്നും നടക്കത്തില്ല. അല്ലെങ്കിൽ ഇതിനോടകം ഇത്രയും വലിയ ഇഷ്യൂ നടക്കുമ്പോൾ, ഇത്രയും വലിയ ഒരു പൊതുജനങ്ങളുടെ വലിയൊരു പ്രൊട്ടസ്റ്റ് കഴിഞ്ഞ 4-5 മാസമായിട്ട് ഇവിടെ നടക്കുമ്പോൾ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല നടിക്കുവോ? അതല്ല ഈ രാഹുൽ ഇത് തെറ്റെന്താന്ന് ഈ രാഹുൽ ഗാന്ധിക്ക് നെഞ്ചത്തോട്ട് ഇവനെതിരെ ഒരു സാധനം പറയാൻ പറ്റുമോ? ഇയാൾ പെണ്ണുങ്ങളുമായിട്ട് ഒന്ന് ഇവിടെ കുമരകത്ത് മറ്റേ SPGയുടെ പ്രൊട്ടക്ഷനിൽ പെണ്ണ് പിടിച്ച് നടത്തി എല്ലാം പോയ ഒരാള്, എത്ര ഗേൾഫ്രണ്ട് അദ്ദേഹത്തിനുണ്ട്? അങ്ങനെയുള്ള ഒരു മനുഷ്യന് രാഹുലിനെതിരെ ഇപ്രകാരം ഒരു നടപടി എടുത്തിട്ട്, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് രാഹുൽ ഗാന്ധി അല്ലേ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു കളയേണ്ടത്? അങ്ങനെയുള്ള ഒരു ഗതികെട്ട ഒരു പ്രസ്ഥാനമാണ് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം അതുകൊണ്ട് ഇത് പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് തിന്നുകൊണ്ട് ഈ അദ്ദേഹത്തിന് തുടർഭരണം ഒരുക്കുവാൻ വേണ്ടിയുള്ള ഒരു വിപ്ലവമാണ് ഇവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ 5 മാസം മുമ്പ് പറഞ്ഞ സാധനമാണ് സാർ ഇതിന് നേരോടെ നിൽക്കുന്ന ഒരൊറ്റ മനുഷ്യനാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എങ്ങനെങ്കിലും, അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷം ഇത് നിന്നുകൊണ്ട് എല്ലായിടത്തും ഒരു സ്വതന്ത്രനായിട്ട് ഒരു പെട്ടി വെച്ചാൽ മതി, ഒരൊറ്റ പെട്ടി വെച്ചാൽ മതി, സ്വതന്ത്രനായിട്ട് നിൽക്കട്ടെ. അല്ലെ ഇന്ദിരാ കോൺഗ്രസ് എന്നും പറഞ്ഞ് പുള്ളി ഒരു ഇത് നിൽക്കട്ടെ. സാറേ, ഇപ്പൊ പിണറായി ചെയ്തിരിക്കുന്ന ഒരു പരിപാടി അറിയാമോ? എല്ലാവരുടെയും നമ്പർ എടുത്തോണ്ട് ഓരോ ഫോണിലും അയച്ചിരിക്കുക, വോട്ട് ചെയ്യണം, ഞങ്ങൾ നിങ്ങളോട് കൂടെ ഉണ്ട്. 600 രൂപ ആയിരുന്ന പെൻഷന് ഇപ്പൊ 2000 ആക്കി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതെല്ലാം ജനങ്ങൾ കണ്ടു കേട്ടുവരിക്കും. 3 ലക്ഷം കോടി ഉണ്ടായിരുന്നത് 6 ലക്ഷം കോടിയാക്കി. കടമെടുത്ത് മുടിപ്പിച്ച് ആൾക്കാർക്ക് ഇച്ചിരി ഇവൻ കൊള്ള നടത്തുന്നു. എന്നിട്ട് കടമെടുത്ത് ഈ ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഇത്തിരി പൈസ ഇട്ട് കൊടുക്കുന്നു. തീവട്ടിക്കൊള്ള നടത്തിയിട്ട് പോകുമ്പോൾ ഒരു സൈഡിൽ കൂടെ എന്തെങ്കിലും റവന്യൂ കൂട്ടിയിട്ടാണോ ഈ പൈസ കൊടുക്കുന്നത്? അല്ല, ഈ കടം എടുത്തിട്ട് ആളുകൾക്ക് നക്കാപ്പിച്ച് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇവൻ തീവട്ടിക്കൊള്ള നടത്തി കൊണ്ടുപോകുന്നു. ഒരു ഗതിയുമില്ലാതിരുന്ന VD സതീശനും
ആ സുധാകരനെ എടുത്തു കളഞ്ഞതായി കോൺഗ്രസിന് അങ്ങേയറ്റം ഇതായി. വി ഡി സതീശൻ ആ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ ഇന്ന് ആയിരക്കണക്കിന് കോടിയുടെ ആസ്തിയുള്ള വിദേശങ്ങളിലെ പല ബിസിനസ്സുകളും ആസ്തിയുമുള്ള ഏറ്റവും വലിയ കോൺഗ്രസിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഇന്ന് ആ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ. അവൻ ആ പ്രസ്ഥാനത്തെ മൊത്തം ഇവൻ ഇന്ന് ഹൈജാക്ക് ചെയ്ത് ഇന്ന് ഇവന്റെ മുണ്ടിന്റെ തുമ്പി കെട്ടിക്കൊണ്ടവൻ നടക്കുകയാണ്. എല്ലാവരെയും പെണ്ണ് കേസിൽ പെടുത്തി അവന്മാരുടെ CD ഇവന്റെ കഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവനെതിരെ സംസാരിക്കാൻ ശേഷിയുള്ള ഒരുത്തം പോലും, അത് യുവനേതാക്കന്മാരായിക്കോട്ടെ കിളവന്മാരായിക്കോട്ടെ, ഒരുത്തം പോലും ഇല്ല. എല്ലാവരും തെൻകണി സതീശന്റെ വലയിൽ നിൽക്കുകയാണ്. സാറേ, ഒരു കാര്യം, ഈ ലോകം ഈ കേരളം നശിക്കാൻ പോവുക. കാരണം ഇനി അവൻ കയറി കഴിഞ്ഞാൽ, ഈ പിണറായി എന്ന് പറയുന്ന ആള് കയറി കഴിഞ്ഞാൽ ഈ ലോകം പിന്നിൽ അല്ല, അതിനേക്കാളും അധപതനമായിരിക്കും ഈ വി ഡി സതീശൻ എന്ന് പറയുന്നത്. ഇതുപോലൊരു ജന്മം, അത് എന്തുവെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഈ കോൺഗ്രസിൽ ഇത്ര ഇതുള്ള ആൾക്കാർ ഇപ്പൊ അന്നേരം ഇത് കണ്ടോ, ഈ രാഹുലിനെ വെച്ച് പേടിപ്പിച്ചേക്കാണ്. കണ്ടോ, രാഹുലിനെ ഞാൻ ഇതുപോലെ പണിഞ്ഞൊതുക്കാൻ പറ്റുമെങ്കിൽ നിന്നെയൊക്കെ എനിക്ക് പുല്ലടാന്നും പറഞ്ഞ് എല്ലാ പെണ്ണുപിടിയന്മാരെയും വിരട്ടി, പെണ്ണുപിടിയന്മാരുടെ വായി നാക്കൊണ്ടോ നോക്കിയ കോൺഗ്രസിലെ യവനെ ആ സ്ഥാനത്തു നിന്ന് എടുത്തു കളയണം സാറേ. യവനെ ആ സ്ഥാനത്ത് വെച്ചാൽ ആരെടുത്ത് കളയും? ഈ പറയുന്ന കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് ഉറപ്പില്ലമാര് എല്ലാം പെണ്ണുപിടിയും എല്ലാവരും ഇവന്റെ തേക്കണിപ്പെട്ടിരിക്കുകയാണ്. ആരെങ്കിലും ഇവനെതിരെ ശബ്ദിക്കോ? ഇല്ല. ഒരേ മാർഗമേ ഉള്ളൂ, അത് പറവൂരിലെ ജനങ്ങൾക്കേ പറ്റത്തുള്ളൂ. ഇവനെ തെരഞ്ഞെടുപ്പിൽ തോപ്പിച്ചാൽ മാത്രമേ ഈ ക്യാൻസറിനെ അറുത്തുമുറിച്ച് കളയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരാൾക്കും ഇവനെ ഇതാക്കാൻ പറ്റത്തില്ല. ഇവനെ ഞാൻ പല പ്രാവശ്യം സാറിന് വിളിച്ച് എന്നോട് ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം പറഞ്ഞു, ഒന്ന് വിളിക്കേ. ഞാൻ പലവട്ടം വിളിച്ചു, സാറെടുത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അവരെല്ലാവരും പറയുന്ന ഇതാ, ഒരു കാര്യം ചെയ്യല്ലെന്നുണ്ടെങ്കിൽ സ്വതന്ത്രനായിട്ട് നിൽക്കട്ടെ. പുള്ളി ഏത് സ്റ്റേജിൽ നിന്നാലും എവിടെ നിന്നാലും നല്ല ഭയങ്കര ഭൂരിപക്ഷത്തോട് രാഹുൽ മാങ്കൂട്ടം ജയിക്കും. പക്ഷെ അത് രാഹുൽ മനസ്സിലാക്കണം. അതിനനുസരിച്ച് രാഹുല് കാര്യങ്ങൾ, കാരണം ഈ പാർട്ടിയും തന്നെ പുറത്താക്കി കഴിഞ്ഞ് രാഹുൽ പിന്നെ എന്തോ പ്രതീക്ഷിച്ചാ നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. കോൺഗ്രസിനെ ചാരി നിൽക്കുക. കാരണം കോൺഗ്രസ് എന്നിട്ട് ഇവന്മാര് പറയുന്നത് ഇവൻ കോൺഗ്രസിന്റെ ആ ഒരു ഭാഗമല്ല, പിന്നെ ഞങ്ങൾ അങ്ങനെ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തോ അവനെ പാർട്ടിയിൽ നിന്ന് പുറത്ത് കളഞ്ഞവനെ എങ്ങനെ ഞങ്ങൾ കോൺഗ്രസിന്റെ ഭാഗമാക്കുന്നു ചോദിക്കുമ്പോൾ ഇവനത് മനസ്സിലാക്കാനുള്ള ബോധമില്ലേ? എന്റെ പൊന്ന് സാറേ, പാർട്ടിയിൽ നിന്ന് തള്ളിക്കളഞ്ഞവന്റെ ഒന്നും ആരുടെയും കാര്യം ഒന്നും പറയല്ലേ. ഒരാള് മുണ്ടില്ലാതെ ഓടിയ ഒരു ഉണ്ണിത്താനുണ്ട്, മുരളീധരൻ, ഈ സതീശൻ, ഇങ്ങനെ എത്ര എണ്ണം ഇതിനകത്തുണ്ട്. അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. ഇതുള്ളത് കൂടെ ഇല്ലാതാകാനുള്ള പരിപാടി. ഒരൊറ്റ കുഞ്ഞ് ജയിക്കുമെന്ന് വിചാരിക്കണ്ട, അതിന് യാതൊരു മാറ്റവും വരികയില്ല. അത് നോക്കിയേ വേണം. BJPക്ക് കൊടുത്താലും അത്ര ഇതായിപ്പോയി ഈ ലോകം. ഞാൻ രജനി, പാലക്കാട്. ഞാൻ ചോദിക്കുന്ന ഈ രാഹുലിന്റെ ലിസ്റ്റിൽ പേരും വന്നിട്ടില്ല. അപ്പൊ എന്താ ഫൈനലായിട്ട് രാഹുൽ പാലക്കാട്ടാകത്തില്ലേ? കോൺഗ്രസ്സുകാരുടെ നിർത്തത്തില്ല എന്നുള്ള ഉറപ്പാണ്. അന്നേരം രാഹുലാണ് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടത്. സ്വതന്ത്രമായിട്ട് നിൽക്കേണ്ടത് രാഹുലാണ്. നിൽക്കണം. അത് ഞങ്ങളുടെ ആവശ്യമാണ്. നിൽക്കണം എന്നുള്ളത് പറയണം. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ രാഹുലിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നതിന് നിന്നേ പറ്റത്തുള്ളൂ. കാരണം പിന്നെ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇവര് ഇപ്പം കണ്ടോ മനസ്സിലായാലും ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ പലപ്പോഴും നമ്മൾ പിണറായി വിജയനെയും പിന്നെ CPM-നെയും BJP-യെയും ഒക്കെ കാണുമ്പോഴും ഞങ്ങൾക്കൊക്കെ ദൂരക്കാഴ്ച ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇത് മനസ്സിലാക്കിയതാണ് ഈ കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങളെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി പോലും ആ കുട്ടിയെ വേണ്ട എന്ന് വെച്ചപ്പോൾ ഞാൻ എൻ്റെ ഇളയാങ്ങളുടെ സ്ഥാനത്ത് അവനെ കാണുന്നത്. അവനിൽ തെറ്റില്ല എന്ന് ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല, ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കോടതിക്കോ നിയമത്തിനോ തിരക്കാൻ വയ്യാത്ത ഒരു തെറ്റും ആ കുട്ടി ചെയ്തിട്ടില്ല. സുപ്രീം കോടതി വരെ വിട്ടപ്പോഴും പിന്നെ ജനങ്ങളുടെ പിന്തുണയുണ്ടായിട്ടും കോൺഗ്രസ്സുകാർ അവനെ മാറ്റി നിർത്തുന്നു എന്ന് പറയുമ്പോൾ സാറിനറിയാമോ, എൻ്റെ കുടുംബം തന്നെ ഇപ്പോൾ ആര് നിന്നെന്ന് പറഞ്ഞാലും ഈ ഇലക്ഷൻ വരുമ്പം 30% പേര് പിണറായി വിജയന്റെ എത്ര അഴിമതികളെ പറഞ്ഞാലും പിന്നെ കമ്മ്യൂണിസ്റ്റിന് വോട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. 30% വോട്ട് കമ്മ്യൂണിസ്റ്റിന്റേതാണ്. ബാക്കിയുള്ളതിൽ BJP താമര അവിടെ ഇവിടെയും പൊട്ടിച്ച് വിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യന്റെ ഉള്ളിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു എല്ലാവരും മതസൗഹാർദ്ദം നിന്നിട്ട് ഇപ്പം ജാതി മതവും രാഷ്ട്രീയം ഒക്കെ ഭയങ്കരമായിട്ട്, രാഷ്ട്രീയമില്ല മതേതരം ഒക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ താമരയും മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഈ പിന്നെ VD സതീശനും ചെന്നിത്തലയും കൂടെ കൂടിക്കൊണ്ട് എന്ത് കാണിക്കാന്? മുരളിയാണ് പാലക്കാട് നിൽക്കുന്നതെങ്കിൽ സത്യമായിട്ടും
ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ട് ഇറങ്ങി കട്ട സപ്പോർട്ട് BJPക്ക് കൊടുക്കും. എന്താണെന്ന് ചോദിച്ചാൽ മുരളിയെ പോലെ നാണമില്ലാത്തവർക്ക് അവിടെ നിൽക്കാൻ അവകാശമുണ്ടെങ്കിൽ രാഹുൽ അങ്ങനെയൊന്നുമുള്ള ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമുക്കൊക്കെ അറിയാം പിന്നെ കരുണാകരന്റെ മക്കളാണെന്നുള്ളതും പത്മജയ്ക്ക് ഉടുതുണി മാറുന്നത് പോലെ പാർട്ടി മാറാൻ അവകാശമുണ്ടെങ്കിൽ അതൊന്നും ഇന്ന് വരെ ആ ചെറുക്കന്റെ വായിട്ട് രാഹുലിന്റെ വായിന്ന് പാർട്ടിക്കെതിരായിട്ടോ ആൾക്കാർക്കെതിരായിട്ടോ അവനെ ഇത്രയും വിട്ട അവനെ തകർത്തിട്ടും ഒരക്ഷരം അവൻ തന്തയ്ക്ക് പിറന്നവനാണ്. അവൻ ഒരക്ഷരം പാർട്ടിക്കെതിരായിട്ടോ നേതാക്കൾക്കെതിരായിട്ടോ അവൻ സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ അവന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ സത്യത്തിൽ കണ്ണ് നിറഞ്ഞുപോയി. കാരണം കോൺഗ്രസിൽ നിന്നും എന്നെ പുറത്താക്കാൻ പാർട്ടിക്ക് കഴിയും, പക്ഷെ എന്റെ ഉള്ളിൽ നിന്നും പാർട്ടിയെ മാറ്റാൻ, കോൺഗ്രസിനെ മാറ്റാൻ അതിന് എന്റെ മരണം വരെ കഴിയത്തില്ല. എനിക്കേ കഴിയൂ, പക്ഷെ ഞാനത് മരണം വരെ ചെയ്യത്തില്ല. ഇത്ര പാർട്ടിയോട് മറ്റെവിടെ പെണ്ണ് വിഷയത്തിലായാലും മറ്റെവിടെ അവൻ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാകാം, പക്ഷെ പാർട്ടിക്ക് ഇത്രയും കറ തീർന്ന ഒരു കോൺഗ്രസ്സുകാരൻ ഒരു യുവ നേതാവിനെ കേരളത്തിൽ കിട്ടുമോ? ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം പുഷ്പം പോലെ പോയി അവൻ എവിടെ വേണേലും നിന്ന് ജയിക്കാം, മറ്റേത് പാർട്ടിയും കൈനീട്ടി സ്വീകരിക്കും. പക്ഷെ അവന് ആരുടെ ഒരു സ്വീകരണവും വേണ്ട. അവൻ ഒറ്റയ്ക്ക് നിന്നാലും അവൻ ജയിക്കുമെന്നും അവനറിയാം. എന്നിട്ടും അത് പാർട്ടിക്കൊരു ഷെയിം ആകുമല്ലോ എന്നോർത്താ ചെറുക്കൻ അതിനൊന്നും നിൽക്കാതെ നിൽക്കുന്നു. അങ്ങനെ ഇവരാരെങ്കിലും ജയിച്ച് VD സതീശൻ മുഖ്യമന്ത്രി കസേര, രാഹുൽ മുഖ്യമന്ത്രി കസേരയൊന്നും ചോദിക്കുന്നില്ലല്ലോ. VD സതീശൻ അങ്ങനെ ഒന്നും നമുക്കറിയാം, ഇന്നത്തെ രാഷ്ട്രീയ നിലവാരം പറ്റി അടുത്ത പ്രാവശ്യം നമ്മുടെ കോൺഗ്രസ് തന്നെ കേരളം പിടിക്കത്തുള്ളൂ. അത് രാഹുൽ നിന്നാലും നിന്നില്ലേ, പക്ഷേ അത് മുമ്പോട്ട് എത്ര നാള് പോകുമെന്നും നല്ല രീതിയിൽ 4 വർത്താനം പറയാൻ ഇന്ന് വരെ ഇവരെ കൊണ്ട് വിവരമുള്ളവരാണോ ഇവരൊക്കെ? ഈ VD സതീശനോ ഈ ചെന്നിത്തലയോ ഈ രമേശോ ഇവരെയൊക്കെ വാ തുറന്ന് 4 വർത്താനം പറയാൻ ഇവർക്കൊക്കെ അറിയാമോ? അതുകൊണ്ട് അത് VD സതീശന്റെ തലയിലെ തീക്കനലായിട്ട് വീഴും ആ ചെറുക്കന്റെ ശാപം. ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് ആ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും പ്രാർത്ഥന കൊണ്ടാണ് അവൻ ആ മനോധൈര്യം ഉണ്ടായി അവൻ ഇന്ന് വരെ ജീവിച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു ചെറു പുഞ്ചിരിയോട് അവൻ അവനുള്ള എല്ലാ ക്ഷമീനെയും അവനൊരു പുഞ്ചിരിയോടെ നേരിടുക. അങ്ങനെയുള്ള ഒരു കുട്ടിയെ ഇത്രമാത്രം മാറ്റി ഈ കിളവന്മാരെല്ലാം കൂടി ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് ഇവർ കസേരയിലിരുന്ന് അധിക നാൾ സുഖിക്കാമെന്ന് ഓർക്കണ്ട. പാർട്ടി കിട്ടും, കോൺഗ്രസിന് വിജയം കിട്ടും, അത് ഉറപ്പാണ്. കാരണം അത് രാഷ്ട്രീയ ലെവൽ അങ്ങനെയാ പോകുന്നത്. 3 പ്രാവശ്യത്തേക്ക് ഇനി ഒന്നും കിട്ടത്തില്ല. അപ്പം ഒന്നാമത് ഹെൽത്ത് ഇഷ്യൂസും നമ്മുടെ എല്ലാ കാര്യങ്ങളും കൊണ്ട് കിട്ടത്തില്ല. അങ്ങനെ ഇവർ ജയിക്കും, പക്ഷെങ്കിൽ പിന്നെ അതിനുണ്ടാകുന്ന ഒരു പതനം. കാരണം അവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് പറയാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല. സ്പെഷ്യലായിട്ട് VD സതീശനോട് എനിക്കൊരു കാര്യം പറയാനുള്ളതാണ്. VD സതീശൻജിയോട് ചോദിച്ചേ, അയാൾ ഈ ചെയ്യുന്നത് നീതിയാണോ? അയാളല്ലേ സത്യത്തിൽ ഇപ്പം പിന്നെ അയാളേക്കാൾ കൂടുതൽ നമ്മുടെ മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ഇരട്ടത്താപ്പും കൊണ്ടിരിക്കുന്നത്. ഇത് VD സതീശന്റെ നമ്പർ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ പഴയ ഒരു മാമൂലുണ്ടല്ലോ, ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ട് വീണ്ടും കോൺഗ്രസ് വരുമെന്നുള്ള ആ ധാരണയൊക്കെ നമുക്ക് മാറ്റി പിടിക്കാം. അതൊക്കെ ജനങ്ങൾ വെറുത്തുന്നേ. അതൊക്കെ ഇത്തവണ മറിയും. കാരണം ഈ VD സതീശന്റെ ഒറ്റ കയ്യിലിരിപ്പുണ്ട്. കോന്തന്മാരെല്ലാം കൂടെ പിടിച്ച് ഉള്ളിലിടാനുള്ള പരിപാടിയിലാണോ ഈ വട്ടം കെട്ടി നടക്കണേ? ശ്രമിക്കുമല്ലോ. കേസൊക്കെ എന്തായി, തീർത്തോ? എന്തോ പിന്നെ ചാമ്പിക്കൊണ്ടിരിക്കുകയാണോ? ഇല്ല, 4 നാണം കെട്ടുവന്മാര്. ഞാൻ വിളിച്ചിട്ട് കിട്ടാണ്ട് വരുമ്പോ ഞാൻ വിചാരിച്ചു പിന്നെയും പിടിച്ച് അകത്തിടാനുള്ള പരിപാടിയിലാണോന്നേ. ഞാനീടെ ഇവിടെ ഇവന്റെ ജാഥയ്ക്ക് വിളിക്കാൻ വേണ്ടിട്ട് കുറച്ച് മെമ്പർമാര് വന്നിട്ടുണ്ടായിരുന്നു എന്റെ അടുത്തേക്ക്. നായിയുടെ അടുത്തേക്ക് എങ്ങാനും എന്നെ വിളിച്ച കല്ല് പറിക്ക് ഞാൻ താലക്കെട്ടി ഞാൻ കീറിച്ചു എന്ന് പറഞ്ഞു. എന്റെ വാർഡ് മെമ്പറോടാ പറഞ്ഞ. ഈ തേൻകണി യാത്രക്ക് ആരാ ഇവന്റെ പുറകെ ഈ പോകുന്നവരാരാ? അയ്യോ, അതതിലും വലിയ നക്കികള്. കാരണം ഇവന്റെ പുറകെ പോയില്ലെങ്കിൽ സീറ്റ് പോവുകയല്ലേ. ഇവൻ ആരെ ഈ സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്? ഇവൻ ഇവിടുത്തെ വല്ല പ്രധാനമന്ത്രിയാണോന്നാ മനസ്സിലാവാത്തത്. ഇപ്പൊ പറവൂര് കണ്ടില്ലേ, ഒരുത്തി കോൺഗ്രസിൽ നിന്ന് നേരെ ചാടി അപ്പുറത്തേക്ക് പോയിട്ട് BJPയിൽ നിൽക്കണ്ടല്ലോ. അതാണ് നല്ല പരിപാടി, ഏറ്റവും നല്ല പരിപാടി ഇപ്പൊ അവിടെ പണത്. ഇങ്ങനെ വൃത്തികെട്ട പരിപാടിയായിട്ട് നടക്കണ കോന്തൻ. ഞാൻ എന്നെ വിളിക്കുന്ന കോൺഗ്രസ്സുകാരായ പഴയ മെമ്പർമാരും ഉണ്ട്, പുതിയ മെമ്പർമാരും ഉണ്ട്. എല്ലാവർക്കിട്ടും ഞാൻ ഇത് തന്നെ ചാമ്പണം. അത് VD എന്നേ പറയാറുള്ളൂ, സതീശനൊന്നും പറയാറില്ല. വീടിക്കുറ്റി അല്ലേലും ഇങ്ങനെ വലിച്ചിട്ടിരുന്ന വീടിക്കുറ്റി തന്നെയാ. നല്ലൊരു ഇത് തന്നെയാ അവന് ഇട്ടിരിക്കുന്നത്. ഒരെണ്ണത്തിന് ഇതിപ്പോ അടുത്ത ഒരു കേസ് പൊക്കിക്കൊണ്ട് വരുന്നില്ല. അവളെ വിളിച്ചിട്ട് എന്തോ അവൾക്ക് മൊബൈലിൽ കൂടെ എന്തോ ചെന്നു എന്നും പറഞ്ഞിട്ട്
ഇതുപോലത്തെ ഒക്കെ പണികൾ ഇവന്മാർ ഒപ്പിക്കുന്നേ. ഇപ്പം ഇന്നാളെ മറ്റോളം ഇറങ്ങിയില്ല, അവിടെ വീട്ടിൽ ആരോ കല്ല് പെറുക്കി എറിഞ്ഞു ഓടുന്ന കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഇതുപോലെ വെറുതെ ഓരോ സാധനം ഉണ്ടാക്കിയിട്ട് ഇവന്റെ മണ്ട വെച്ച് കൊടുക്കും, ഇവൻ വിട്ടാന്ന് പറയുന്നത് അവസാനം. ഇപ്പൊ കണ്ടില്ലേ അവിടെ കിടക്കുന്നുണ്ട്, അവൾക്ക് വാറണ്ട് പുറപ്പെടുവിച്ചിട്ട് അവളെ പിടിക്കാൻ നേരം കിട്ടിയിട്ടില്ല. ഇവരൊക്കെ അവിടെ പോയി കിടക്കുക. അമ്പലക്കൊള്ള നടത്തിയവന്മാരൊക്കെ നല്ല ഡീസന്റ് ആയിട്ട് നടക്കുന്നു. ഇവനെ ഞാൻ അന്ന് പറഞ്ഞ പോലെ തെരണ്ടിവാലല്ല, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് അടിക്കണം. ചെറുതായിട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഇപ്പൊ നോക്കിക്കോ, തിരിഞ്ഞില്ലെങ്കിൽ നോക്കിക്കോ. ഇപ്പൊ ഞാന് ഈയിടെ മറ്റേ ഇലക്ഷന്റെ ഇത് കൂട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് പൂരിപ്പിച്ചു കൊടുത്തിട്ട് ഇപ്പൊ എനിക്ക് വോട്ടില്ല. അതും നമുക്ക് അതിനൊന്നും ഇവിടെ ആർക്കും ചോദ്യം ചെയ്യാൻ നേരില്ല. ഇവരോടൊക്കെ മാറി ഞാൻ പറഞ്ഞു, അതൊന്നും ചോദ്യം ചെയ്യലില്ല. കണിയുടെ കൂട്ടത്തിൽ തേൻ മൂഞ്ചാൻ പോവുക. ഈ തേൻ മൂഞ്ചി എവിടെ വരെ എത്തും എന്നുള്ളത് അറിയില്ല. ഒരു ചെന്നിത്തലയുണ്ട്, ചെന്നിത്തലയ്ക്ക് ഇപ്പൊ ഇച്ചിരിച്ച തൊണ്ടേന്ന് വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് അതൊക്കെ മൈക്കിന്റെ മുമ്പിൽ വന്നിരിക്കണ കാണാറുണ്ട്. അതൊക്കെ പോയി കിടക്ക് കാണാവോ. ഇത് മിക്കവാറും പാലക്കാട് സ്വതന്ത്രനായിട്ട് നിന്നിട്ട് അടിച്ച് പോയിരിക്കണം അങ്ങോട്ട്. ഇപ്പൊ കണ്ടോ വരുന്ന മാറ്റമേ, രാഹുലിനെ ഒതുക്കി എന്നും പറഞ്ഞിരിക്കുമ്പോ ഇവന്മാർക്ക് അവസാനം കിട്ടാൻ പോകുന്ന പണി കണ്ടോണേ. ഇപ്പൊ പാലക്കാട് ഇവനെ നിന്ന് കത്തുന്നു നോക്കിയോ. ഇവൻ ശരിക്കും കത്തിക്കാൻ തന്നെ അവൻ പാലക്കാട് എത്തിയിട്ടുമുണ്ട്. അവന്റെ കൂട്ടത്തിൽ ആരാ ഉള്ളത്? ആണുങ്ങളാരും അല്ല, ഒന്നാം തരം വീട്ടമ്മമാരാ ഉള്ളത്. നല്ല തറവാട്ടി പറഞ്ഞ വീട്ടമ്മമാരാ ഉള്ളത്. ഇതിപ്പോ മാഷിന്റെ ഈ ഒരു ഇത് തുടങ്ങിയതിന് ശേഷം എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാര് ഇപ്പൊ മാഷിനെ വിളിച്ചിട്ടുണ്ടാവും. ലക്ഷങ്ങൾ കടന്നു പോയില്ലേ? എന്തുകൊണ്ടാ വിളിക്കണേ? വേറെ ഓരോരുത്തർ വിളിച്ച് സംസാരിക്കാനായിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല. കാരണം അതെല്ലാം ഇതുപോലെ ഓരോ കള്ളപ്പണക്കാരന്മാരും ഇവന്മാരുടെ ബിനാമികളും നടത്തുന്ന ചാനലുകളല്ലേ. അവന്മാരുടേതായ ലക്ഷ്യമുണ്ട്, അജണ്ടയുണ്ട്. ബാക്കി എല്ലാ ചാനലും എന്ന് പറഞ്ഞപ്പോ ഏഷ്യാനെറ്റ് ഇപ്പൊ കിടന്നിട്ട് 200 ചാമ്പുണ്ട്. ഏഷ്യാനെറ്റിന് എന്നാ സൂക്കേട് കിട്ടിയിട്ടാ? ഇവൻ ജയിച്ചു വന്നു കഴിഞ്ഞപ്പോ ഇവനെ അങ്ങോട്ട് പുകഴ്ത്തന്നെ കണ്ടിട്ടുണ്ട്. ജയിച്ചു വന്നു കഴിഞ്ഞപ്പോ ഇവനെ ഇട്ട് പുകഴ്ത്തന്നെ ഞാൻ കണ്ടിട്ടുള്ളതാ. ഇങ്ങനെ നേറിയിട്ട പന്നികള്, അല്ലാണ്ടെന്ന് ഇവരൊക്കെ എന്തെന്ന് വിളിച്ച ഇത് നോക്കിക്കോ. പാലക്കാട് ശരിക്കും ഒന്ന് കത്തണം, കത്തി കഴിഞ്ഞാല് സുഖം വരുള്ളൂ. ഇത് എറണാകുളത്ത് വിളിക്കുകയാണ്. ചിന്നമ്മ, ഈ രാഹുൽ ഗാന്ധിയും പിന്നെ നമ്മുടെ സോണിയാഗാന്ധിയും ഒക്കെ പറഞ്ഞാല് ഇവരാരും കേക്കത്തില്ലയോ? മാങ്കൂട്ടത്തിനെ നമ്മുടെ പാർട്ടിയിൽ എടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഇവരൊരു പട്ടിയുടെ വില പോലും കൽപ്പിക്കുന്നില്ല. കാരണം അവരൊക്കെ ഇന്ന് ഇവന്മാരുടെ അടിമകളാ. ഇവരുടെ ചെലവില് കഴിയുന്ന ആശ്രിതരാണ് ഗാന്ധി കുടുംബം. അത് ശരി. ഞാന് കുറെ നാളുകൊണ്ടേ വിചാരിക്കുകയാണ് ഇവരെന്തുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിയും നമ്മുടെ സോണിയാഗാന്ധിയെ ഒക്കെ പറയാത്തത്. അവരെല്ലാം ഇവരുടെ കരുതൽ തടങ്കലില്ല, ഇതിനെ പറ്റി പറയുന്നില്ല. ഇവന്മാരുടെ കരുതൽ തടങ്കലില്ല അവര്. ഇവന്മാരുടെ തീരുമാനത്തിനെതിരെ അവരെന്തെങ്കിലും ഒരു അഭിപ്രായം പറയുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്താൽ അവരുടെ കാര്യം പോക്കാം. അവര് പട്ടിണി കിടന്ന് ചാവും. അത് ശരി, അങ്ങനെയൊക്കെയാണ്. പാർട്ടി എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇയാളെ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയാൽ ഈ കോൺഗ്രസ് പോയി, ഇനി നോക്കാനൊന്നുമില്ല. ഈ നമ്മുടെ ഈ കേക്കച്ചൻ ഇപ്പോൾ നടത്തുന്ന തേൻകണി യാത്ര കൊണ്ട് കോൺഗ്രസിന് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ഇത് വെറും പ്രകസനമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുമോ? എന്താണ് ഇപ്പം ഇത് ജനങ്ങൾ എന്തോ ഇതിനെ കരുതുന്നത്? ഈ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരെല്ലാം ഇവരെ ഒരു വല്ലാത്ത രീതിയിലാ കാണുന്നത്. ഈ തേൻകണിയെയും മറ്റേ കണിയെയും VD സതീശനെയും എല്ലാം. ഇവരൊക്കെ ഇനിയെങ്കിലും അവനവന്റെ സ്ഥാനത്ത് അവനവന്റെ വീട്ടിൽ പോയി ചെന്നിരിക്കട്ടെ, സ്വസ്ഥമായിട്ടിരിക്കട്ടെ, വിശ്രമിക്കട്ടെ. നല്ല ചെറുപ്പക്കാർ പിള്ളേർ ഇതുപോലെ കയറി വരട്ടെ. നമ്മുടെ ഷാഫി പറമ്പില്, പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം, അങ്ങനെ കുറെ പേരുണ്ട്. ഈ കടൽക്കിഴവന്മാരെ ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഈ കടൽക്കിഴവന്മാരെയാണോ ഇഷ്ടം, അതോ ചെറുപ്പക്കാരായ നേതാക്കന്മാരെയാണോ ജനങ്ങൾക്ക് ഇഷ്ടം? ചെറുപ്പക്കാര് പിള്ളേരെയാണ് ഇഷ്ടം. യുവമാരെയൊക്കെ ഇനി അടിച്ച് തൂത്തുവാരി പുറത്തുവിടേണ്ട സമയം കഴിഞ്ഞു സാറേ. ഇനി യുവമാരെ ഒന്നും നിർത്തിയേക്കുന്നോണ്ട് ഒരു ഗുണവുമില്ല. ഇതൊക്കെ ഇനി അവന്മാര് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്തുവാണ്? അവന്മാര് വിചാരിക്കണം നമ്മൾ ഇത്രയും കാലം ഭരിച്ചു, ഇനി നമ്മുടെ ചെറുപ്പക്കാരായ പിള്ളേർ കയറി വരട്ടെ, നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം നശിക്കാതിരിക്കട്ടെന്ന് അവന്മാർക്ക് തന്നെ തോന്നുന്നത്. ഇത് അവന്മാർ തന്നെ നശിപ്പിക്കുവാണ്. അവരുടെ പാർട്ടിയിലുള്ളവരെ അവർ തന്നെ എടുത്ത് കളഞ്ഞിട്ട് അവന്മാർക്ക് ഇനിയും മുന്നേറണം, അത്ര മാത്രമേ ഉള്ളൂ. എന്തോ ആയാലും ഭയങ്കര സങ്കടമായിപ്പോയി സാറേ. രാഹുൽ മാങ്കൂട്ട ഇനി വരുമോ നമ്മുടെ നിയമസഭയിലേക്ക്? വരും. രാഹുൽ ഇപ്പോഴും ആ കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇവന്മാരുടെ ഇനിയെങ്കിലും നന്നാകുമെന്നോർത്ത് അയാൾ ക്ഷമിച്ചിരിക്കുകയാണ്. അവസാന നിമിഷം വരെ രാഹുൽ നോക്കും. എന്നിട്ട് ഇവന്മാർ ഈ പണിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ രാഹുൽ ഉറപ്പായും
മത്സരരംഗത്തേക്ക് വരും. കാരണം ആളമുട്ടിയാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. കാരണം ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുവാൻ അയാൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആ പാർട്ടിയെ അയാൾ ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഈ പോത്തന്മാർക്ക് അതൊന്നും മനസ്സിലാകത്തില്ല. അവന്മാർക്ക് എങ്ങനെങ്കിലും രാഹുലിനെ തീർക്കണം. ആ സാറേ, ഈ രാഹുൽ മാങ്കൂട്ടും ഷാഫി പറമ്പിലും ഒക്കെ അവർ സ്വതന്ത്രമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കിയാൽ ഇവർ വിചാരിക്കുന്നതിൽ കൂടുതൽ അവർക്ക് കിട്ടും, വോട്ട് കിട്ടും. അവർ ജനപ്രതിനിധികളുടെ വോട്ടെല്ലാം അവർക്ക് കിട്ടും. പക്ഷെ ഇവർ സ്വതന്ത്രമായിട്ട് അങ്ങ് നിന്നാൽ മതി. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇനി കുറച്ച് 1-2 മാസം കൊണ്ടല്ലേ ഉള്ളൂ സാറേ. ഇത് എവിടെ ഏത് നാട്ടിൽ ചെന്നാലും ഈ മാങ്കൂട്ടത്തിന് അനുകൂലികളാണ് ഇപ്പോഴുള്ളത്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും പിന്നെ ഇടപ്രായക്കാരായാലും വല്യമ്മച്ചിമാരായാലും എല്ലാവരും അയാളെ പറ്റിയാണ്. കാരണം അയാളുടെ പ്രസംഗം കേട്ടിട്ടുള്ളവർക്കറിയാം അയാളെ പറ്റി ഉള്ള ഒരു വിചാരം, ചിന്ത. ഇയാളിനി എവിടെ വരെ പോകും, എവിടെ വരെ എത്തുമെന്ന് അവർക്കറിയാം. ഈ അവന്മാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. എങ്ങനെയെങ്കിലും അയാളെ മാറ്റി ഇട്ടിട്ട് വേണം അവന്മാർക്ക് ഇനി അങ്ങ് മേളിലോട്ട് പോകാനെന്നുള്ള വിചാരമാണ്. ഞാൻ ഏറ്റുമാനാ വിളിക്കുന്നത്. ഏറ്റുമാൻ പേരൂരെന്നാ വിളിക്കുന്നത്. പേര് ബാബുന്ന. രാഹുൽ മാങ്കൂട്ടത്തിനെ കാണിക്കുന്ന മുഴുവൻ ഞാൻ കോൺഗ്രസ്സുകാരനാ. കാണിക്കുന്ന മുഴുവൻ തെറ്റേ. മറ്റേ VD സതീശനും ഈ രമേശ് ചെന്നിത്തലയും ഇങ്ങോട്ട് കൂടെ കാണിക്കുന്നത് വളരെ തെറ്റാ കാണിക്കുന്നത്. ഇപ്പൊ സ്ഥാനാർത്ഥി വന്നിട്ട് ആ പുള്ളിക്ക് ഒരു സീറ്റ് പോലും കൊടുക്കുന്നില്ല. ഇല്ല, പാലക്കാട്. വളരെ തെറ്റാ. അതികുമാർക്ക് ദോഷം ചെയ്യുമോ? ദോഷം ചെയ്യും. ഞങ്ങളെല്ലാവരും രാഹുലിന്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. അല്ല, രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നല്ലൊരാളാണ് രാഹുൽ മാങ്കൂട്ടം. ഈ കഴിഞ്ഞ ദിവസം TV വന്നിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം പേരില്ല പാലക്കാട് മത്സരിക്കാനുള്ള. അതുപോലെ ഈ സതീശൻ ഇപ്പൊ നടത്തുന്ന തേൻകണി യാത്ര കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ? ഒരു മൈന് നേട്ടം ഉണ്ടാകില്ല. അവൻ കാണിക്കുന്ന മുഴുവൻ തെണ്ടിത്തരവൻ കാണിക്കുന്നത്. ഇവനെ ആളുകളൊക്കെ എടുത്തോണ്ട് നടക്കുന്ന കാണുമ്പോ എന്ത് തോന്നുന്നു നിങ്ങൾക്കൊക്കെ കോൺഗ്രസ്സുകാർക്ക്? ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. അവൻ കാണിക്കുന്ന മുഴുവൻ തെണ്ടിത്തരവൻ കാണിക്കുന്നത്. ഇവൻ പറവൂരിൽ ഇത്തവണ ജയിക്കുവോ? ഒരു മൈന് ജയിക്കില്ല. അവൻ ജയിക്കത്തില്ല. വിദേശം ജയിക്കത്തില്ല. ഞാൻ വിജയമ്മ കൊട്ടാരക്കരന്നാണ്. എനിക്ക് 70 വയസ്സുണ്ട്. ഞാൻ അന്ന് മുതൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഓർത്ത് ഞാൻ അങ്ങ് ദൈവത്തിനെ അങ്ങ് വിളിച്ച് സന്ധ്യനാമം ജയിക്കുമ്പോ എന്റെ മക്കളെ പേര് പറഞ്ഞ സംഖ്യ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കൂടെ പേര് പറയുമായിരുന്നു. ദൈവമേ ഗണപതി പപ്പ ചെറുക്കനെ രക്ഷിക്കണേ എന്ന്. എന്തായാലും ഈശ്വരൻ എന്തായാലും നല്ലൊരു വാർത്ത എനിക്ക് ഇതുവരെ തന്നോണ്ടിരിക്കുന്നു. പിന്നെ എനിക്കൊരു പറയാനുള്ളത് 2 കാര്യം. ആ ചെറുക്കനെ ഈ ഇലക്ഷനെ നിർത്തിയില്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്യത്തില്ല. 3 കാര്യം. ഞാൻ കൊട്ടാരക്കരയാന്ന്, എനിക്ക് ഇവിടെ അന്ന് ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യത്തില്ല. എവിടെ ആയാലും കോൺഗ്രസ് എവിടെ വിട്ട് ഇട്ടാലും കോൺഗ്രസിന് കിട്ടണമല്ലോ. ആ ചെറുക്കനെ നിർത്തിയില്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. പക്ഷെ എനിക്ക് ആ കൊച്ചിന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര പ്രയാസമായി പോയി. ഭയങ്കര പ്രയാസം. മണിയൊന്നും അല്ല, ഭയങ്കര പ്രയാസം. എന്റെ മക്കളോടെ കാണിക്കുന്ന പോലെ തന്നെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഗണപതിയോട് പറയാം, രാഹുലിനെ രക്ഷിക്കണേ. ഇതെല്ലാം അവന് വിരോധമായി കാണിക്കുന്ന ആൾക്കാർ ചെയ്യിക്കുന്ന വേലയാന്ന് എനിക്ക് അന്നേ ഞാൻ തന്നെത്താൻ ഇവിടെ ഇരുന്ന് പറയും. ആ സതീശൻ ചേർന്നുകൊണ്ട് തന്നെയാണ് ആ ചെറുക്കനെ ഇങ്ങനെ വരയ്ക്കുന്നത്. സതീശൻ ഇപ്പൊ നടത്തുന്ന ഈ തേൻകണി യാത്ര കൊണ്ട് കേരളത്തിന് വല്ല പ്രയോജനം ഉണ്ടാവുമോ? എനിക്ക് ഒന്നും ഉണ്ടാവത്തില്ല. ഈ കൊച്ചിനെ തറ പറ്റിക്കാനെ കൊണ്ട് അയാൾ കുറെ പൂങ്കണ്ണീര് കാണിക്കുന്നല്ലാണ്ട് അയാൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിണറായി വിജയന്റെ അനിയനാ അയാള് എന്നാ എന്റെ അഭിപ്രായം. പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ അനിയൻ മുഖ്യമന്ത്രി ആവാൻ കച്ചയും കിട്ടി നടക്കും അയാള്. അങ്ങനെയാണ് ആ പിള്ളേരെ 2 പേരും ഉണ്ട്. ആ ഷാഫി പറമ്പിലും കുറച്ച് നല്ലതാണ്. അതിനെക്കാണി എല്ലാ സംസാരത്തിലും എല്ലാത്തിലും മിടുക്കനായിരുന്നു ഈ പയ്യൻ. അങ്ങനെ ഈ പയ്യൻ നന്നാവാൻ സമ്മതിക്കത്തില്ലെന്ന് ആൾക്കാര്. അവൻ നന്നായി വന്നാൽ ഇവർക്ക് സാധനം പോകുമെന്നുള്ള കസേരയുടെ പിടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം ഈ VD സതീശൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കൂടെ കൂടിക്കൊണ്ട്. പക്ഷെ ആ പയ്യനോട് ഒന്ന് നടന്നാൽ കൊള്ളായിരുന്നു. എന്റെ വിശ്വാസം കൊണ്ടാന്നേ ഗണപതി പപ്പായ കൊട്ടാരക്കര ഗണപതി പപ്പായെ ഒന്ന് വന്ന് കാണാനെ കൊണ്ട്. ഞാന് മധ്യപ്രദേശിൽ നിന്ന്. എന്റെ പേര് ഓമനക്കുട്ടൻ. ഞാന് നിങ്ങളെ എന്റെ ഒരു പ്രിയപ്പെട്ട മനുഷ്യരുടെ ഒരു ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുക. ഞാൻ ഈ കോൺഗ്രസ്സുകാരുമായിട്ട് എനിക്ക് യാതൊരു ഇഷ്ടപ്പെടുന്നവനല്ല. പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാം കുതുകാലി കുട്ടികളാ. പണ്ട് മുതലേ മൂത്ത് നിറച്ച കോൺഗ്രസ്സുകാരെല്ലാം വടക്കേനിലൊക്കെ ഇഷ്ടം പോലെ ഗാന്ധി തുപ്പിട്ട് നടപ്പുണ്ട്. പക്ഷേ ഇവനൊന്നും ഭരണം കിട്ടാതിരിക്കുമ്പം കൂടെ നിൽക്കുന്ന പിള്ളേരെ കൊല്ലും. വളർന്നു വരുന്ന ആരെ അവന്മാർ നശിപ്പിച്ചു കളഞ്ഞു. എങ്ങനെ നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി എങ്ങനെ ചത്തത്? കൊണ്ടുപോയി കൊന്നതല്ലേ? ഇദ്ദേഹത്തിനെ താഷ്കണ്ടി കൊണ്ടുപോയി കൊന്നതാ നെഹ്റു ഫാമിലി.
അങ്ങനെ കുതികാല് വെട്ടികളെന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന പിള്ളേരെ വെച്ചേക്കത്തില്ല. പണം കിട്ടാതിരിക്കുമ്പോൾ ഇത്രയും അസൂയാലുക്കളായ മൂത്ത് നിറച്ച കോൺഗ്രസ്സുകാർ മുഴുക്കെ എങ്ങനെയാ ചെയ്യുന്നത്? രാജീവ് ഗാന്ധിയെ കൊന്നത് കോൺഗ്രസ്സുകാരൻ തന്നെയല്ലേ? സഞ്ജയ് ഗാന്ധിയെ ബോംബ് വെച്ച് പൊട്ടിക്കുന്നതിന് ഇന്ദിരാഗാന്ധി വരെ തള്ള വരെ കൂട്ടുന്നില്ലയോ? അങ്ങനെ എവിടെയും കോൺഗ്രസ് ആരെങ്കിലും വളർന്നു വരുന്ന ആരെയും വെച്ചേക്കത്തില്ല. അതുകൊണ്ട് കോൺഗ്രസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, പണ്ടേ ഇല്ല. പക്ഷേ എനിക്ക് രാഹുൽ മാങ്കൂട്ടം ഇഷ്ടമാണ്. അത് വളർന്നു വരുന്ന ഒരു വിവരമുള്ള പയ്യനാണ്, വിദ്യാഭ്യാസമുള്ള നല്ലൊരു പയ്യനാണ്. ഇവനെ അങ്ങ് തുറയ്ക്കണമെന്നുള്ള തോന്നലില്ലേ അവന്മാർക്കുള്ളത്? നിങ്ങൾ ഈ സത്യസന്ധമായിട്ട് ഈ വർത്തമാനം പറയുന്നതിന് ഒരു 100 നന്ദി നിങ്ങൾക്ക്. എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരുടെ ലിസ്റ്റിലാണ് നിങ്ങൾ നമ്പർ 1. ഇത് മാത്രം വിളിക്കാൻ വേണ്ടി പറഞ്ഞ. പക്ഷേ എനിക്ക് കോൺഗ്രസ്സുകാരായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ എവിടെ ഏതൊരു ഭരണമുണ്ടെങ്കിലും ആരുടെ ഭരണമാരും പാർട്ടി ജാതി മതം നോക്കാതെ പ്രതിപക്ഷം ഉണ്ടെങ്കിലേ ഭരണം നന്നാവും. ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നോ കേരളത്തില്? ഞാൻ പറയാം, ഇപ്പം കോൺഗ്രസ് അല്ല, കമ്മ്യൂണിസ്റ്റ് അല്ല, ഏതൊരു ജാതി ഏതൊരു പാർട്ടി ഭരിച്ചാലും ശക്തമായ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണം നന്നാവത്തുള്ളൂ. ഇവിടെ പ്രതിപക്ഷം ശക്തമായോ അല്ല. അവന്റെ സ്വന്തം കാര്യം നോക്കാൻ എനിക്കിത് വായി നോക്കിയല്ലേ അവൻ. എന്നിട്ട് അവനാണ് പറയുന്നത് അവനെ മുഖ്യമന്ത്രി ആക്കിയാൽ അവൻ ഇവിടെ സസ്പെൻസ് ആയിട്ട് വെച്ചേക്കുകയെന്ന്, എന്തൊക്കെ ചെയ്യുമെന്ന്. അവന് മുഖ്യമന്ത്രിയോ ഒത്തിരി 6 വാണികൾ ഇറങ്ങിയിട്ടില്ല. ഇയാളുടെ ഈ തേൻകണി യാത്ര കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? ഞാനതല്ല വയ്ക്കുന്നത്. അവൻ തേൻകണിയെന്നല്ല, ഇവനെയൊക്കെ അറിഞ്ഞങ്ങ് തൂർച്ചു വിടാവും. രാഹുലിന്റെ ഒരു രോമന്മാർ ഒരു പൂട പൊഴിക്കത്തില്ല അവന്മാരും. അവന്മാർ ഈ വെയിമ്പളക്കുന്നവന്മാരല്ലേ, ചുമ്മാ കിടന്ന് ചാടുന്നല്ല. രാഹുലിന്റെ ഒരു രോമം പോലും പൊഴിക്കത്തില്ല. രാഹുൽ മത്സരിക്കും, ഒറ്റയ്ക്ക് ഇന്ന് മത്സരിച്ച് തൻ്റെ ഇടമായിട്ട് വരും. രാഹുൽ അത്ര മിടുക്കനാണ്. എനിക്കറിയാം രാഹുലിന് അത്രയും വർത്തമാനം പറയാൻ നല്ല തൻ്റെ ഇടമുള്ള മനുഷ്യനാണ്. രാഹുൽ ഒരാണ്. ഇവരൊന്നും കൂടെ ഷണ്ണന്മാരല്ല, വായങ്കരി ചുമ്മാ കുത്തിയിരിക്കുന്നതല്ല, നല്ല വർത്തമാനം പറയാൻ അറിയാവുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. രാഹുലിനെ എനിക്ക് അത്ര ഇഷ്ടമാണ്. ഈ രാഹുലിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യനായിട്ടുള്ള ഏതെങ്കിലും ഇന്ന് ഈ പ്രസ്ഥാനത്തിലുണ്ടോ? രാഹുലിന്റെ ഒരു പൂട പഠിക്കത്തില്ല അവന്മാരും. രാഹുലിനെ എന്താണ് ചെയ്താൽ ഒക്കെ അവന്മാരും വിചാരിക്കുന്നതല്ല. ഞാൻ പറഞ്ഞില്ല, ഞാന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ പിണങ്ങാണ്ടി വിജയൻ വരുന്നതിന് മുമ്പ് വല്ല കമ്മ്യൂണിസ്റ്റ് പഴയ കോൺഗ്രസും പഴയ കമ്മ്യൂണിസ്റ്റും നല്ലതായിരുന്നു. പക്ഷേ ഇപ്പം കാര്യം എന്താ പറയാ, പാർട്ടിക്ക് അതീതമായി മനുഷ്യത്വം വേണം. നമ്മൾ എവിടെങ്കിലും ഓരോ മനുഷ്യൻ നോക്കും കുത്തി കമന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ കണ്ടോണ്ട് ഓടിച്ചെന്ന് നീ ഏത് പാർട്ടിയാ ഏത് ജാതിയാന്ന് നോക്കൂ, അവനെ ബുക്കെടുത്ത് ആശുപത്രി കൊണ്ടുപോകും. അതാ മനുഷ്യത്വം. മനുഷ്യത്വം എന്ന് പറയാൻ അവന്മാർ തൊട്ട് തേച്ചിട്ടില്ല. ഇവന്റെയൊക്കെ കൂടെ ഒട്ടി നിൽക്കുന്നവന്മാർക്കെല്ലാം വല്ലതും കിട്ടി. ഏതവനായാലും ഏത് പാർട്ടിയാലും നോക്കാം. നമുക്ക് നമ്മുടെ ജോലി നോക്കി എവിടെങ്കിലും പോകണം. നമ്മൾ ജീവിക്കുന്ന എവിടെ? നമ്മള് കേരളത്തിലെ ഇത് മറ്റൊരു ആൾക്കാർ കണ്ടു കഴിഞ്ഞ മോശം. ഇതൊക്കെ ഈ വടക്കേ ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ കണ്ടും കേട്ടിരിക്കുക. അവർക്ക് മലയാളം അറിയത്തില്ല. പക്ഷേ ഇതൊക്കെ ഇംഗ്ലീഷും ഹിന്ദിയിലൊക്കെ വരത്തില്ലയോ? ഇവരെയൊക്കെ നമ്മൾ ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്നും വാർത്ത കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. ഇത് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ കേരളത്തിലെ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.